അറബിക്കടലിൽ തീപിടിച്ച കപ്പൽ കടലിൽ മുങ്ങാൻ സാധ്യത. കപ്പൽ ഒരു വശത്തേക്ക് ചരിയുകയാണ്. പ്രൊപ്പല്ലറിലേക്ക് കണ്ടെയ്നർ എത്താതിരിക്കാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. 5 കപ്പലുകൾ കടലിൽ തുടരുന്നുണ്ട്. കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട നാവികരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടും. പൊള്ളലേറ്റ ചൈനീസ് പൗരന്മാരുടെ നില അതീവ ഗുരുതരമായി തുടരുകയുമാണ്. അനഘ ചേരുന്ന വിവരങ്ങളുമായി. അനഘ, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? കപ്പലിന്റെ അവസ്ഥ എന്താണ്? വീണ, ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരമനുസരിച്ച് ഈ കപ്പൽ മുങ്ങാനുള്ള സാധ്യതയാണ് അധികൃതർ പറയുന്നത്. അതായത് കപ്പൽ വലതുവശത്തേക്ക് ചെരിഞ്ഞ അവസ്ഥയിലാണ് നിലവിലുള്ളത്. ഈ നേരത്തെ ഡോണിയൽ വിമാനം, അതായത് കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട ഡോണിയൽ വിമാനം പകർത്തിയ ഏറ്റവും ഒടുവിലുള്ള ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. വീഡിയോ സഹിതമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ നിന്നാണ് കപ്പൽ വലതുവശത്തേക്ക് ചെരിഞ്ഞ നിലയിലേക്കാണ് ഉള്ളത് എന്ന വിവരം പുറത്തു വരുന്നത്. മാത്രമല്ല, കപ്പലിൽ നിന്ന് വിഷപ്പുക ആ ഭാഗത്ത് മുഴുവനായും ഉയരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. മാത്രമല്ല, അതിശക്തമായ കാറ്റും ആ പ്രദേശത്തുണ്ട്. കോസ്റ്റ് ഗാർഡിന്റെ 7 കപ്പലുകൾ ആ പ്രദേശത്തുണ്ട്. അതായത് സാഗര സരണി, മേഘ്ദൂത് തുടങ്ങിയിട്ടുള്ള കപ്പലുകളാണ് ഈ രക്ഷാദൌത്യത്തിൽ പങ്കാളികളായിട്ടുള്ളത്. തീ അണയ്ക്കാനുള്ള ശ്രമം അത് ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ 11:30 കൂടിയാണ് ഈ രക്ഷാദൌത്യം തുടങ്ങിയത്. അതിനുശേഷം ഈ സമയമായിട്ടും കപ്പലിലെ തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. മാത്രമല്ല, ഈ കപ്പലിനകത്തുള്ള കണ്ടെയ്നറുകൾ 600-ലധികം കണ്ടെയ്നറുകൾ കപ്പലിനകത്തുണ്ടായിരുന്നു. അതിൽ 25ഓളം കണ്ടെയ്നറുകൾ മാത്രമാണ് കടലിലേക്ക് വീണിരിക്കുന്നത്. ബാക്കിയുള്ള കണ്ടെയ്നറുകൾ ഇപ്പോഴും കപ്പലിനകത്താണുള്ളത്. ഈ കപ്പൽ ഏതെങ്കിലും ഘട്ടത്തിൽ മുങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ ആ കണ്ടെയ്നറുകൾ മുഴുവൻ കടലിലേക്ക് പതിക്കും. ഇത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്കായിരിക്കും കടക്കുക. അതുകൊണ്ട് തന്നെ കപ്പൽ മുങ്ങുന്നത് ഏത് വിധേനയും തടയാനുള്ളൊരു ശ്രമം കൂടിയാണ് ഇപ്പോൾ അവിടെയുള്ള കോസ്റ്റ് ഗാർഡിന്റെ കപ്പലിലുള്ള ഈ രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ പ്രഥമ പരിഗണന ഉണ്ടാവുക. മാത്രമല്ല, രാവിലെയൊക്കെ തന്നെ ഈ കടലിൽ പതിച്ചിരിക്കുന്ന ഈ കണ്ടെയ്നറുകൾ ടഗ് ബോട്ടുകൾ ഉപയോഗിച്ച് ഈ ഉൾക്കടലിലേക്ക് കൊണ്ടുപോകുന്ന പ്രവർത്തനമായിരുന്നു നടന്നിരുന്നത്. ഇതിനിടയിൽ തന്നെ ഈ ഇന്നലെ കപ്പലിലാകെ 22 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. അതിൽ 18 പേരാണ് രക്ഷപ്പെട്ടത്. ഈ 18 പേരിൽ തന്നെ 4 പേരെ ആ സമയം മുതൽ കാണാനില്ല. ഇവർക്കായിട്ടുള്ള ഒരു അന്വേഷണം ഊർജിതം. ഇന്നലെ തന്നെ ഇവർക്കായുള്ള തിരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും ഒരു സൂചന പോലും ഈ തിരച്ചിൽ നടത്തുന്നവർക്ക് ഈ കാണാതായിട്ടുള്ള 4 ജീവനക്കാരെ കുറിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്നതാണ്. ഇന്നലെ ആദ്യഘട്ടത്തിലൊക്കെ ഈ ജീവനക്കാർ സുരക്ഷിതരായിട്ടുണ്ടാകും. ലൈഫ് ജാക്കറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഇവർ കപ്പലിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ടാവുക എന്ന് തന്നെയായിരുന്നു ഈ ബേപ്പൂർ പോർട്ട് ഓഫീസർ അടക്കമുള്ളവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ സമയമായിട്ട് പോലും ഇന്നലെ അപകടം നടന്നത് രാവിലെ 9:30 കൂടിയാണ്. അതിനുശേഷം 11:30 കൂടി തന്നെ രക്ഷാദൌത്യവും രക്ഷാപ്രവർത്തനവും ഒക്കെ തന്നെ നടത്തിയിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലൊന്നും തന്നെ ഈ കപ്പലിൽ നിന്ന് കടലിലേക്ക് ചാടിയിരിക്കുന്ന ഈ 4 ജീവനക്കാരെ കുറിച്ച് ഒരു വിവരവുമില്ല. 2 മ്യാൻമാർ പൗരന്മാർ, ഇന്തോനേഷ്യൻ പൗരന്മാർ തുടങ്ങിയവരാണ് ഈ കാണാതായവരിൽ പെട്ടിരിക്കുന്നത്. മാത്രമല്ല, ഇന്നലെ രക്ഷപ്പെടുത്തിയ ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള ഈ 18 പേരെ മംഗലാപുരത്തേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഇതിൽ 6 പേർ മംഗലാപുരം AJ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഈ ചികിത്സയിൽ തുടരുന്നവരിൽ 2 ചൈനീസ് പൗരന്മാരുണ്ട്. ഈ ചൈനീസ് പൗരന്മാരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് എന്നാണ് ആശുപത്രിയിൽ നിന്ന് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. അതായത് ഇവർക്ക് ശ്വാസകോശത്തിലടക്കം, അതായത് ആന്തരിക അവയവങ്ങളിലേക്കടക്കം പൊള്ളലേറ്റിട്ടുണ്ട്. ഈ ഡെക്കിൽ പൊട്ടിത്തെറി ഉണ്ടായ സമയത്ത് ആ പൊട്ടിത്തെറി ഉണ്ടായിരുന്ന ആ ഭാഗത്ത് നിന്നിരുന്നവരായിരുന്നു ഈ 2 ചൈനീസ് ജീവനക്കാരും എന്നുകൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട ആ 18 രക്ഷപ്പെട്ട മറ്റ് ജീവനക്കാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഏറെ നിർണായകമായ മറ്റൊരു വിവരം എന്ന് പറയുന്നത്, അതായത് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് എന്നതിനെ കുറിച്ചൊരു വിവരവും ഈ സമയമായിട്ടും പുറത്തു വന്നിട്ടില്ല. എന്താണ് അപകടത്തിന്റെ കാരണം, എങ്ങനെയാണ് ആദ്യം ഈ പൊട്ടിത്തെറി ഉണ്ടായത് എന്നതിനെ കുറിച്ചൊരു വിവരവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇനി എങ്ങനെയാണ് അപകടം ഉണ്ടായതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ രക്ഷപ്പെട്ടിട്ടുള്ള മറ്റ് 12 കപ്പലിലെ ജീവനക്കാരോട് ഈ കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥരും നാവികസേനാ ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അവരിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ ആദ്യം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ കപ്പലിന്റെ മധ്യഭാഗത്തുള്ള ഡക്കിൽ നിന്ന് തന്നെയാണ് പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. ആ സമയം തന്നെ ഈ കപ്പലിലെ ക്യാപ്റ്റൻ അടക്കമുള്ളവർ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു, അതായത് കടലിലേക്ക് എടുത്തു ചാടി രക്ഷപ്പെട്ടിരുന്നു എന്ന് പറയുന്നുണ്ട്.
എന്തായാലും ബാക്കിയുള്ള ഈ പരിക്കേറ്റ 6 പേരിൽ 4 പേരുടെ നില തൃപ്തികരമാണ്. മറ്റ് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊരു ആശ്വാസ വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഏറെ നിർണായകമായ നിമിഷത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കപ്പൽ ഏകദേശം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ഈ കപ്പൽ പകുതിയോളം ചെരിഞ്ഞ അവസ്ഥയിലാണ്. ഇനിയും ആ കപ്പൽ ചെരിഞ്ഞ വലതുവശത്തേക്ക് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ കോസ്റ്റ് ഗാർഡിന്റെ ഈ കപ്പലുകളിൽ നിന്ന് വെള്ളം ഒഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് ഇനിയും ചെരിയാനുള്ളൊരു സാധ്യതയാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കപ്പൽ അല്പസമയത്തിനകം അല്ലെങ്കിൽ മുങ്ങാനുള്ളൊരു സാധ്യത അത് തള്ളിക്കളയാൻ കഴിയില്ല. മുങ്ങിയാൽ ഏതെങ്കിലും തരത്തിൽ കപ്പൽ മുങ്ങിയാൽ ഈ കപ്പലിനകത്ത് ടൺ കണക്കിന് ഇന്ധനമാണുള്ളത്. 2000-ത്തിലധികം ടൺ കണക്കിൽ ഇന്ധനമുണ്ട്. 200 ടൺ ഡീസലുണ്ട്. അങ്ങനെയുള്ള ഡീസലും അത്തരത്തിൽ കപ്പലിലെ ഇന്ധനവും ഒക്കെ വെള്ളത്തിൽ കലരാനുള്ളൊരു സാധ്യതയുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഇന്ധന ചോർച്ച തടയാനുള്ളൊരു നീക്കമായിരുന്നു നടത്തിയിരുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ തീ അണയ്ക്കാൻ സാധിച്ചാൽ ഉടൻ തന്നെ ഈ കപ്പലിനെ ഉൾക്കടലിലേക്ക് കൊണ്ടുപോവുക, അതായിരിക്കും ആദ്യ ദൗത്യം. ഓക്കെ, ശരി അനഘ.